വാട്സാപ്പിൽ വരുന്ന കുറിപ്പുകൾ ചിലത് വായിക്കുമ്പോൾ നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടാറുണ്ട് അല്ലേ? അത്തരത്തിലുള്ള ഒരു കുറിപ്പ് എത്ര കാലം മുൻപ് എഴുതിയതാണ് എന്ന് അറിയില്ല, ആരാണ് എഴുതിയത് എന്നറിയില്ല. പക്ഷെ വായിക്കുമ്പോൾ ഒരു നല്ല കുറിപ്പായി തോന്നി. അത് ഇവിടെ പങ്കുവയ്ക്കുകയാണ്. ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളിത് 100 പേർക്ക് അയക്കും എന്ന ഒരു സെൻറ്റൻസോട് കൂടിയാണ് ഈ കുറിപ്പ് തുടങ്ങുന്നത്. അതെന്തായാലും അവിടെ നിൽക്കട്ടെ. പക്ഷെ നല്ലൊരു കുറിപ്പാണ്. മഹാത്മാ ബുദ്ധൻ വിവാഹിതനായിരുന്നു. എന്നിരുന്നാലും അദ്ദേഹം ഭാര്യയെ ഉപേക്ഷിച്ച് സത്യം തേടിപ്പോയി. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഏകാന്ത ജീവിതം നയിച്ചു. ഭാര്യയുടെ പേര് യശോധര എന്നായിരുന്നു. മഹാവീരസ്വാമിയും വിവാഹിതനായി. എന്നിരുന്നാലും അദ്ദേഹവും ഭാര്യയെ ഉപേക്ഷിച്ച് സന്യാസിയായി. ഭാര്യ ഏകാന്ത ജീവിതം നയിച്ചു. ഭാര്യയുടെ പേര് യശോദ എന്നായിരുന്നു. ഇനി മൂന്നാമത് പറയുന്നത് നരേന്ദ്രമോദിയെക്കുറിച്ചാണ്. മോദിയും വിവാഹിതനായി. എന്നിരുന്നാലും അദ്ദേഹം ഭാര്യയെ ഉപേക്ഷിച്ച് രാജ്യസേവനത്തിനായി ജീവിതം സമർപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഏകാന്ത ജീവിതം നയിക്കുന്നു. ഭാര്യയുടെ പേര് യശോദാബെൻ എന്നാണ്. യശോധര, യശോദ, യശോദാബെൻ. മഹാത്മാ ബുദ്ധൻ, മഹാവീരൻ, മോദി. ഇത് വെറും യാദൃശ്ചികതയാണോ അതോ ചരിത്രം ആവർത്തിക്കുകയാണോ? ഇങ്ങനെയാണ് ഈ കുറിപ്പ് തുടരുന്നത്. ഇനി ദുര്യോധനനും രാഹുൽ ഗാന്ധിയും യോഗ്യത ഇല്ലാത്തവരാണെങ്കിലും രാജകുടുംബങ്ങളിൽ ജനിച്ചതുകൊണ്ട് മാത്രം ഭരിക്കാൻ അർഹതയുണ്ടെന്ന് ഇരുവരും കരുതുന്നു. ഭീഷ്മരും അദ്വാനിയും ഇരുവർക്കും ഒരിക്കലും അധികാരത്തിലെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ബഹുമാനം ലഭിച്ചു. അതിനുശേഷം പോലും ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ ഇവർ ഏറ്റവും നിസ്സഹായരായി കാണപ്പെടുന്നു. അർജുനനും യോഗി ആദിത്യനാഥും ധർമ്മത്തിൻ്റെ പാത പിന്തുടർന്ന് ഇരുവരും ഉന്നതിയിലെത്തി. അവിടെ അവർ തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിച്ചു. കർണനും മൻമോഹൻ സിംഗും ബുദ്ധിയും കഴിവും ഉള്ളവരായിരുന്നിട്ടും അധർമ്മത്തെ, അതായത് അനീതിയെ പിന്തുണച്ചതിനാൽ അവർക്ക് ജീവിതത്തിൽ ആഗ്രഹിച്ച വിജയം നേടാൻ സാധിച്ചില്ല. ജയദ്രഥനും കേജ്രിവാളും രണ്ടും അങ്ങേയറ്റം അഭിലാഷമുള്ളവരായിരുന്നു. ഒരാൾ അർജുനനെ എതിർത്തു, മറ്റൊരാൾ മോദിയെ എതിർത്തു. അവർക്ക് സംസ്ഥാനങ്ങൾ ലഭിച്ചെങ്കിലും അവരുടെ മോശം രാഷ്ട്രീയ ചിന്ത കാരണം പിന്നീട് അവർ വിമർശിക്കപ്പെട്ടു. ശകുനിയും ദിഗ്വിജയനും സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി കഴിവില്ലാത്ത യജമാനന്മാരെ പ്രശംസിച്ചുകൊണ്ട് ഇരുവരും ജീവിതം ചിലവഴിച്ചു. ധൃതരാഷ്ട്രരും സോണിയും മക്കളോടുള്ള സ്നേഹത്തിൽ ഇരുവരും അന്ധരാണ്. ഇത് ഭാരതവും മഹാഭാരതവുമാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഇത് ഫോർവേഡ് ചെയ്യാം. ഒരു ധനികന് പ്രധാനമന്ത്രിയാകാം, നെഹ്റു ഇത് തെളിയിച്ചു. ഒരു ദരിദ്രന് പ്രധാനമന്ത്രിയാകാം, ശാസ്ത്രിജി ഇത് തെളിയിച്ചു. ഒരു വൃദ്ധന് പ്രധാനമന്ത്രിയാകാം, മൊറാർജി ഇത് തെളിയിച്ചു. ഒരു യുവാവിന് പ്രധാനമന്ത്രിയാകാം, രാജീവ് ഗാന്ധി ഇത് തെളിയിച്ചു. ഒരു സ്ത്രീക്ക് പ്രധാനമന്ത്രിയാകാം, ഇന്ദിരാഗാന്ധി ഇത് തെളിയിച്ചു. ഒരു കർഷകന് പ്രധാനമന്ത്രിയാകാം, ചരൺ സിംഗ് ഇത് തെളിയിച്ചു. ഒരു രാജകുടുംബത്തിൽ നിന്നുള്ള ഒരാൾക്ക് പ്രധാനമന്ത്രിയാകാം, VP സിംഗ് ഇത് തെളിയിച്ചു. വിദ്യാസമ്പന്നനും ബഹുമുഖ പ്രതിഭയുമുള്ള ഒരാൾക്ക് പ്രധാനമന്ത്രിയാകാം, PV നരസിംഹറാവു ഇത് തെളിയിച്ചു. ഒരു കവിക്ക് പ്രധാനമന്ത്രിയാകാം, അടൽ ബിഹാരി വാജ്പേയി ഇത് തെളിയിച്ചു. ആർക്കും പ്രധാനമന്ത്രിയാകാം, HD ദേവഗൌഡ ഇത് തെളിയിച്ചു. ഒരു പ്രധാനമന്ത്രിയുടെ ആവശ്യമില്ല, ഡോക്ടർ മൻമോഹൻ സിംഗ് ഇത് തെളിയിച്ചു. പ്രധാനമന്ത്രിയാകാതെ തന്നെ രാജ്യം ഭരിക്കാൻ കഴിയും, സോണിയാഗാന്ധി ഇത് തെളിയിച്ചു. എന്നിരുന്നാലും ഒരു ചായ വിൽപ്പനക്കാരന് പ്രധാനമന്ത്രിയാകാനും അവരെല്ലാവരെക്കാളും നന്നായി പ്രവർത്തിക്കാനും ഭാരതമാതാവിൻ്റെ പതാക ലോകം മുഴുവൻ അലയടിപ്പിക്കാനും കഴിയും. നരേന്ദ്രമോദിജി ഇത് തെളിയിച്ചു. ഒരു വ്യക്തിയെ വണങ്ങാൻ മുഴുവൻ പ്രപഞ്ചവും ശ്രമിക്കുന്നു. ദൈവം പോലും ചിന്തിക്കുന്നുണ്ടാവും, മോദിയെ സൃഷ്ടിക്കാൻ ഞാൻ ഏത് തരം മണ്ണാണ് ഉപയോഗിച്ചത് എന്ന്. അമേരിക്കയെ വണങ്ങാൻ കഴിയുന്ന, വിശപ്പും നഗ്നവുമായ പാകിസ്ഥാനിൽ പരിഭ്രാന്തി സൃഷ്ടിക്കാൻ കഴിയുന്ന, ചൈന പോലുള്ള ഒരു വഞ്ചനാപരമായ രാജ്യത്തിൻ്റെ പത്രങ്ങളുടെ തലക്കെട്ടുകളിൽ പ്രത്യക്ഷപ്പെടാൻ കഴിയുന്ന വ്യക്തിക്ക് അപ്പോൾ സഹോദര, അദ്ദേഹത്തിന് തീർച്ചയായും ഇന്ത്യയെ ലോക ഗുരുവാക്കാൻ സാധിക്കും. ഇത് ഉറപ്പാണ്. രാജ്യത്തിന് മോദിയെ ആവശ്യമുണ്ട്. രാജ്യത്തിനായി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തീർച്ചയായും ഇത് 3 പേർക്ക് അയക്കുക. ഇങ്ങനെയാണ് നമ്മൾ പണ്ട് ഒരു ക്ലീശേ കത്തുകൾ കാണാറുണ്ടല്ലോ. ഈ കത്ത് 10 പേർക്ക് അയച്ചാൽ, അങ്ങനെ ഉള്ള ഒരു പോസ്റ്റ് ആണെങ്കിൽ പോലും ഇതിൽ നമ്മുടെ രാഷ്ട്രീയത്തിലുള്ള കഥാപാത്രങ്ങളെ, രാഷ്ട്രീയത്തിലുള്ള വ്യക്തികളെ, ഭാരത രാഷ്ട്രീയത്തിലെ വ്യക്തികളെ മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ വളരെ രസകരമായും ഇത് നല്ല കാര്യങ്ങളാണല്ലോ, ഈ പറയുന്നത് ശരിയായ കാര്യങ്ങളാണല്ലോ, നല്ലൊരു വിലയിരുത്തലാണല്ലോ എന്ന് തോന്നിയത് കൊണ്ടാണ് അത് പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവെക്കണം എന്ന് ആഗ്രഹിച്ചത്. വളരെ വ്യത്യസ്തമായ, രസകരമായ, ചിലപ്പോൾ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടായിരുന്നിട്ടുള്ള, വായിച്ചു കഴിഞ്ഞ ഒരു പോസ്റ്റായിരിക്കാം. എങ്കിലും വായിക്കാത്തവർക്കായി, കാണാത്തവർക്കായി ആ പോസ്റ്റ് ഒന്നുകൂടി പങ്കുവയ്ക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമാനസ്.